പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിച്ചത് അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്ത് എന്ന് പറയുന്ന അമുസ്ലിമായ സഹോദരനായിരുന്നു. ചിന്തിക്കണം, മറന്നു പോവരുത്. നുബുവത്തിന്റെ 10 വർഷക്കാലം അബൂ താലിബ് എന്ന മുസ്ലിം അല്ലാത്തയാളിന്റെ സംരക്ഷണ മാത്രമല്ല, അതിനുശേഷം 3 വർഷക്കാലം മദീനയിലേക്ക് പോകുന്നത് വരെയുള്ള 3 വർഷക്കാലം അദ്ദേഹം പ്രവാചകന് സംരക്ഷണം കൊടുത്തത് അബ്ദുള്ള എന്ന് പറയുന്ന ആളായിരുന്നു. അദി എന്ന് പറയുന്ന അദി എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. അതിനുശേഷം സൗറിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന വഴിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സംരക്ഷണം ഒരുക്കിയതും ആ റൂട്ട് നിശ്ചയിച്ചു കൊടുത്തതും അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്ത് എന്ന് പറയുന്ന മുസ്ലിം അല്ലാത്ത ആളായിരുന്നു. അതേ വർഷം 622 സെപ്റ്റംബർ മാസം 23-ാം തീയതി തിങ്കളാഴ്ച മദീനയിലെ ഖുബാ എന്ന് പറയുന്ന പ്രദേശത്ത് എത്തിച്ചേരുമ്പോൾ ആ തിരുദൂതരുടെ സുന്ദരമായ വദനം കണ്ട് അള്ളാഹുവിന്റെ ഹബീബ് എത്തിച്ചേർന്നു എന്ന വാർത്ത മദീനക്കാരായ യസ്രിബുകാരായ ആളുകൾക്ക് വിവരം കൊടുത്തത് ഒരു ജൂതനായിരുന്നു എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ആദ്യമായിട്ട് റസൂലുള്ളാഹിന് ആതിഥേയം അരുളിയത് കുൽസും ബിൻ ഖിദ്മ എന്ന് പറയുന്ന ജൂതനായിരുന്നു. ഇങ്ങനെ നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ എല്ലാ നിലയിലും നബി തങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകിയത് അമുസ്ലിമീങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷമാണ് യസ്രിബ് എന്ന് പറയുന്ന നാട് മദീനത്തുൻ നബവി പട്ടണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ അന്ന് മുസ്ലിം ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തി. മദീനയിൽ ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്തുമ്പോൾ അറിയണം, നമ്മൾ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങൾ കേവലം 15%. 10,000-ഓളം വരുന്ന ജനസംഖ്യയിൽ 1500 മുസ്ലിമീങ്ങൾ മാത്രമായിരുന്നു മദീനയിലെ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമാകുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. 52 ഭാഗമായി അവിടത്തെ ഭരണഘടന എഴുതുമ്പോൾ അതിൽ 27 ഭാഗം അമുസ്ലിമീങ്ങളുടെ സ്വാതന്ത്ര്യത്തിനും അവരുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയായിരുന്നു ഭരണഘടന എഴുതിയത്. 25 ഭാഗങ്ങൾ മാത്രമാണ് മദീനയിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം ഭരണഘടന ഉണ്ടാക്കിയത്. എവിടെയാണ് പ്രിയപ്പെട്ട പ്രവാചകന് കാരുണ്യത്തിന്റെ പ്രവാചകനല്ലാതായി മാറിയത്? നമ്മൾ കേൾക്കുന്നുണ്ട് നബിതങ്ങളെ പറ്റി കാർട്ടൂൺ, നബിതങ്ങളെ പറ്റി പുസ്തകം, നബിതങ്ങളെ പറ്റിയിട്ട് മോശമായ പദപ്രയോഗം. ഇതൊക്കെ നടക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് യുദ്ധക്കൊതിയനായിരുന്നു എന്നൊക്കെ പരിചയപ്പെടുത്തുമ്പോ മദീനയിൽ ചെന്ന് 2 കൊല്ലം കഴിഞ്ഞ് 55-ാമത്തെ വയസ്സ് മുതൽ ഡിക്ലെയർ വാറുകളിലും പ്രഖ്യാപിത യുദ്ധങ്ങളിലും അള്ളാഹുവിന്റെ ഹബീബ് എടുത്ത ചില നിലപാടുകളെ എടുത്തു കാണിച്ചിട്ട് പാശ്ചാത്യ കോമരങ്ങൾ എഴുതി പിടിപ്പിച്ചത് പ്രവാചകൻ വാളുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ മദീനയ്ക്ക് ശേഷമുള്ള ചരിത്രത്തിൽ നിന്ന് അല്പം താഴേക്ക് വന്ന് 13 വർഷക്കാലം ത്യാഗോജ്വലമായ ഐതിഹാസികമായ പീഡനങ്ങൾ സഹിച്ച് ചരിത്രത്തിൽ അതീതം അതുല്യമായ അവർണ്ണനീയമായ അവാച്യമായ അചിന്തനീയമായ പീഡന പർവങ്ങൾ പ്രവാചകൻ സഹിച്ച ആ 13 വർഷക്കാലത്തെ ഏതെങ്കിലും പീഡനത്തിന്റെ കഥകൾ, ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാലകൾ കഴുത്തിലണിയിക്കപ്പെട്ടത്, കഴുത്തിൽ ഹിജ്ർ ഇസ്മായിലിൽ നിസ്കരിച്ചുകൊണ്ട് കിടക്കുന്ന തിരുനബിയുടെ കഴുത്തിൽ തുണി കൊണ്ട് മുറുക്കിയിട്ട് അവിടെ മിസ്ഫലയിൽ നിന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഓടി വന്ന് കഴുത്തിൽ കിടക്കുന്ന തുണി പറിച്ചെടുത്ത് കളഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപകടം സംഭവിച്ചു പോകുന്ന നിലയിൽ പീഡന പർവങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെയും പ്രിയ സഖാക്കളുടെയും 13 വർഷക്കാലത്തെ പോരാട്ടവും അവരുടെ സഹിച്ച സഹനത്തിന്റെ ഏതെങ്കിലും ഒരു ലേഖ ഏതെങ്കിലും പാശ്ചാത്യൻ എഴുതി വെച്ചിട്ടുണ്ടോ? അവർക്ക് എഴുതാനുള്ളത് മദീന കാലഘട്ടത്തിന്റെ ഡിക്ലെയർ വാറുകളിൽ പ്രവാചകന്റെ സമീപനം എന്തായിരുന്നു എന്നതിനെ പറ്റിയാണ്. അതുകൊണ്ട് ഹുബ്ബുർ റസൂൽ പ്രഭാഷണം നടത്തപ്പെടുന്ന ഈ പരിശുദ്ധമായ മജ്ലിസിൽ നിന്നുകൊണ്ട് നമുക്ക് ഉറക്കെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാന്റെ ഹബീബിനെ നിങ്ങൾ മനസ്സിലാക്കണം. നമ്മുടെ റബ്ബ്, നമ്മുടെ സൃഷ്ടാവ് റബ്ബുൽ ആലമീനാണ് എങ്കിൽ നമ്മുടെ നായകൻ റഹ്മത്തുൽ ലിൽ ആലമീനാണ്. റബ്ബുൽ ആലമീനും റഹ്മത്തുൽ ലിൽ ആലമീനും തമ്മിൽ ഒരു വല്ലാത്തൊരു ബന്ധമാണ്. ആലമീങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെങ്കിൽ ആലമീങ്ങളുടെ റഹ്മത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അതിൽ യാതൊരു തർക്കവുമില്ല. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്ക് അനുവദിക്കപ്പെട്ട സമയം ഇനി 5 മിനിറ്റ് കൂടിയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടതുള്ളതുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ആകാശത്തിന്റെ താഴെ ഭൂമിക്ക് മുകളിലുള്ള സർവ്വ സംവിധാനങ്ങളുടെയും അർഹൻ അഷ്റഫുൽ ഖൽഖായിരുന്നു, മറന്നു പോകരുത്. സൂറത്തുൽ അൻഫാൽ നമുക്കറിയാം. ഫാത്തിഹയും ബഖറയും ആലു ഇംറാനും നിസാഉം മാഇദയും അൻആമും അറാഫും കഴിഞ്ഞാൽ തൗബയ്ക്ക് തൊട്ട് മുമ്പുള്ള സൂറയുടെ പേര് അൻഫാലി എന്നാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്നത് മുത്തഅല്ലിമീങ്ങളോടും പണ്ഡിതന്മാരോടുമല്ല. ഇന്നല്ലെങ്കിൽ ഇപ്പോഴല്ലെങ്കിൽ
അടുത്ത നിമിഷം നാളെ ഇതെന്നെ കേൾക്കുന്ന പൊതുസമൂഹത്തോട് പറയുന്നു, അൻഫാൽ എന്ന് പറഞ്ഞാൽ സമരാർജിത സ്വത്തെന്നാണ്. ആ സമരാർജിത സ്വത്ത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നൊരു ചോദ്യമുണ്ട്. യസ്അലൂനക, അങ്ങയോട് ചോദിക്കും, അനിൽ അൻഫാൽ, സമരാർജിത സ്വത്ത് ആർക്കാണ് നബിയേ എന്നങ്ങയോട് ചോദിച്ചാൽ അങ്ങ് പറയണം, ഖുലിൽ അൻഫാലു ലില്ലാഹി വറസൂൽ, അല്ലാഹുവിനും റസൂലിനും ഉള്ളതാണ് എന്ന്. ആണോ? അല്ലാഹുവിനും റസൂലിനും മാത്രമാണോ യുദ്ധം മുതൽ? സമരാർജിത സ്വത്ത് രണ്ടുപേർക്കും മാത്രമാണോ? അല്ല എന്ന് നമുക്കറിയാം. നമ്മൾ പഠിച്ചവരാണ്. നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും മുത്തഅല്ലിമീങ്ങളോടും കൂടി പറയുകയാണ്, അതേ അൻഫാൽ എന്ന ഈ അധ്യായത്തില് 1-ാമത്തെ ആയത്തില് ആർക്കാണ് സമരാർജിത സ്വത്തെന്ന് ചോദിച്ചപ്പോ നബിയെ ചോദിക്കുന്നവരോട് പറയണം, അള്ളാഹ്ക്കും നിങ്ങൾക്കുമാണെന്ന് പറഞ്ഞേക്ക് നബിയെ എന്ന് പറഞ്ഞിട്ട് ഈ ഗനീമത്ത് സ്വത്ത്, സമരാർജിത സ്വത്ത് വീതിച്ചു കൊടുക്കേണ്ടവരുടെ ഓരോ പേരുകൾ പറഞ്ഞത് 41-ാമത്തെ ആയത്തിലാണ്. 40 ആയത്തുകൾ കഴിഞ്ഞ് 41-ാമത്തെ ആയത്തിലാണ് ആർക്കാണ് ഗനീമത്ത് സ്വത്ത്, അൻഫാലിന്റെ മുതൽ കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. എന്തേ 40 ആയത്ത് കഴിഞ്ഞിട്ട് 41-ാമത്തെ ആയത്തിലാണ് സമരാർജിത സ്വത്ത് കൊടുക്കേണ്ടവരുടെ പേര് വിവരം പറയുന്നതെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ പറഞ്ഞപ്പോൾ ഈ കാണുന്ന സമരാർജിത സ്വത്ത് ലില്ലാഹി വറസൂൽ, അല്ലാഹുവിനും അവന്റെ ദൂതനാണെന്ന് പറഞ്ഞത് എന്റെ ഹബീബിനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് എന്നിലേക്ക് ചേർത്തു പറയുന്നു എന്നതിന്റെ ഏറ്റവും വലിയ പ്രകടമായ ഒരു അടയാളമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ തുടങ്ങിയാൽ അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ, പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന പുസ്തകങ്ങൾ വായിച്ച് പഠിച്ച് അതാണ് ദീനെന്ന് മനസ്സിലാക്കുന്ന ബിദ്ഈ പ്രസ്ഥാനക്കാരുടെ മുമ്പിൽ എനിക്കെന്റെ റസൂൽ വേണ്ട, എനിക്കെന്റെ നാഥൻ മതി, എനിക്കെന്റെ അല്ലാഹ് മതി, ഞാൻ ഖുർആൻ മാത്രം മുറുകെ പിടിക്കുന്നവനാണ് എന്ന് പറയുന്ന വിവരത്തിൽ, പാണ്ഡിത്യത്തിൽ പാപ്പരത്വം നിന്ന് പോയ ഒരു സമൂഹത്തോട് സുന്നത്ത് ജമാഅത്തിന്റെ കറകളഞ്ഞ പ്രസ്ഥാനത്തിന്റെ കറകളഞ്ഞ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയും, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചത് കൊണ്ടോ, അള്ളാഹുവിന് മാത്രം വഴിപ്പെട്ടത് കൊണ്ടോ നിനക്ക് സ്വർഗം കിട്ടൂല. അത്തിഉല്ലാഹ വറസൂൽ, അഷ്റഫുൽ ഖൽഖിനെ കൂടി വഴിപ്പെട്ടില്ലെങ്കിൽ നിനക്ക് സ്വർഗം കിട്ടൂല. വിശുദ്ധ ഖുർആൻ എവിടെയൊക്കെ റബ്ബിനെ പറ്റി പറയുന്നുണ്ടോ അവിടെയൊക്കെയും റബ്ബിന്റെ റസൂലിനെ പറയാൻ ഒരു ഇണയെ പറയും പോലെ വാചകങ്ങളും ഉപമകളും എനിക്കറിയാം, അത് അങ്ങനെ പറയാൻ തന്നെ പാടില്ലെന്ന്. പക്ഷേ രാവിന്റെ കൂടെ പകല് പറയും പോലെ, വെയിലിന്റെ കൂടെ തണല് പറയും പോലെ, സ്വർഗത്തിന്റെ കൂടെ നരകം പറയും പോലെ, സുഖത്തിന്റെ കൂടെ ദുഃഖം പറയും പോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ പറയപ്പെടുന്ന ഭാഗങ്ങളിൽ ഭൂരിപക്ഷവും അഷ്റഫുൽ ഖൽഖിനെ ചേർത്ത് വെച്ച പടച്ചവന്റെ മൗലിദിനോളം ലോകത്തൊരു മൗലിദും രചിക്കപ്പെട്ടിട്ടില്ല, സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വാനോളം പുകഴ്ത്തിയിട്ട് കലീമുല്ലാഹി മൂസാ നബി എന്ന ഒരു നാടിന്റെ നായകനായി അറിയപ്പെട്ട് തോറ എന്ന തൗറാത്തിന്റെ ഉടമയായി ഇന്നും അറിയപ്പെടുന്ന മൂസാ നബി അലൈഹിസ്സലാം പോലും ഞാനൊരു സാധാരണക്കാരനായി തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിലെ SP പുരം എന്ന ശ്രീനിവാസപുരത്തെ മർക്കല മന്നാനയുടെ താരുഭാഗത്തുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിരുന്നു എങ്കിലും കൊതിച്ചത് ഏതെങ്കിലും ഒരു എഴുത്തുകാരനല്ല, മഹാനായ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ കൊതിച്ചത്? അത് നമ്മുടെ ഏതെങ്കിലും എടുക്കുകൊണ്ടോ എന്തെങ്കിലും പ്രൗഢിയും പ്രോജ്വലതയും പ്രഭയും കൊണ്ടോ ഒന്നുമല്ല, മുഹമ്മദ് മുസ്തഫാന്റെ ഒരു അനുയായിയാകാനുള്ള മോഹത്തിന്റെ പേരിലായിരുന്നു. അതുകൊണ്ട് ഇത്രയും വലിയ ഒരു ഭാഗ്യശാലികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും പ്രവാചകൻ പിന്നിലോട്ടല്ല. നമുക്കറിയാം, ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, 100 പേരുടെ പുസ്തകം, 100 പേരുടെ ഏറ്റവും പ്രമുഖരായ 100 പേരെ പറ്റി ഗ്രന്ഥം എഴുതിയ ചിന്തകനായ മനുഷ്യൻ പോലും ഒന്നാമതായിട്ട് അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. ആ ക്രിസ്ത്യാനിയായ മനുഷ്യൻ ആദ്യം എഴുതേണ്ടത് മസീഹ് ഈസ എന്നായിരുന്നില്ലേ? പക്ഷേ അദ്ദേഹം എഴുതിയത് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞത്, മൂസാ നബിയെ സംബന്ധിച്ച് ഞാൻ പഠിക്കുമ്പോൾ ധീരനാണ്, ഏത് കാര്യത്തിനും വലിയ ഷൗട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം പുലിക്കുട്ടിയായിരുന്നു. മൂസാ നബി പുലിക്കുട്ടിയാണ്. ഖുർആൻ തെളിയിച്ചല്ലോ സൂറത്തുൽ അംബിയാവും ഖസസും. ഈസാ നബി എന്ന് പറയുന്ന എൻ്റെ നായകൻ,
ഈസാ നബി ഒരു പൂച്ചക്കുട്ടിയായിരുന്നു. പലപ്പോഴും അദ്ദേഹം ഒതുങ്ങിക്കഴിയുന്ന ഒരു പ്രതീതിയായിരുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ദ 100 എന്ന് പറയുന്ന എന്റെ ഗ്രന്ഥത്തിൽ ഒന്നാമതായി എന്റെ ഈസാ എന്ന ഈസാ മസീഹിനെ പറയാതെ, എന്തുകൊണ്ട് ഞാൻ മൂസസ് പ്രവാചകനെ പറയാതെ മുഹമ്മദ് ബിൻ അബ്ദുള്ളയെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഈസാ നബിയെ പോലെ പൂച്ചക്കുട്ടിയോ മൂസാ നബിയെ പോലെ പുലിക്കുട്ടിയോ അല്ലാതെ പൂച്ചക്കുട്ടിയായി ജീവിക്കുമ്പോഴും പുലിക്കുട്ടിയാകേണ്ട സമയത്ത് ധീരമായ പുലിക്കുട്ടിയായി മാറിയ ഒരു പ്രവാചകനായിരുന്നു മുഹമ്മദ് എന്നാണ് നമുക്കറിയാം. ഹുനൈൻ യുദ്ധവേളയിൽ ആ ഹുനൈൻ യുദ്ധം നടക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറ്റി ചോദിച്ചല്ലോ, സഹാബിയോട് ചോദിച്ചു, ഹുനൈൻ യുദ്ധത്തില് നിങ്ങളൊക്കെ പിന്തിരിഞ്ഞോടിയില്ലേ എന്ന്. അതെ, ഞങ്ങളൊക്കെ പിന്തിരിഞ്ഞോടി. ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യുമ്പോ അവര് അസ്ത്രാഭ്യാസ വിദഗ്ധരായിരുന്നു, അമ്പയത്തിൽ നിപുണന്മാരായിരുന്നു. ഞങ്ങളൊക്കെ പേടിച്ച് പലപ്പോഴും ഓടിപ്പോയിട്ടുണ്ട്. പിന്നീടും വന്ന് യുദ്ധം ചെയ്തു. അവസാനം അവര് പിന്തിരിഞ്ഞോടി. ഞങ്ങൾ ഗനീമത്ത് വീതിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവര് വീണ്ടും പാഞ്ഞെടുത്തു. ഞങ്ങൾ ഓടിപ്പോയി. ഞങ്ങൾ ഓടിയപ്പോൾ വെള്ള കഴുതപ്പുറത്തിരുന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഒരടി പിന്നോട്ട് വെക്കാതെ അനബിനു അബ്ദുൽ മുത്തലിബ് അനന്നബി, ഞാൻ നബിയാണ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് ധീരമായ നിലപാടെടുത്ത നബിതങ്ങൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് അഹ്സനായിരുന്നു, അവർ അഷ്ജായിരുന്നു, അവർ അജ്വദായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബിനെ മാറ്റിവെക്കാൻ ലോകത്ത് ഇന്നേ വരെ സൗന്ദര്യത്തിലോ സ്വഭാവ മഹിമയിലോ ബന്ധത്തിലോ ഉപകാരത്തിലോ ലോകത്ത് ആരും കടന്നു വന്നിട്ടില്ല എങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹിന്റെ ഹബീബിനോടുള്ള പ്രണയം ജീവിതത്തിൽ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് അള്ളാഹിന്റെ ഹബീബിനെ പ്രണയിക്കാതെ സ്വർഗം എന്നത് പോട്ടെ, അള്ളാഹുവിന്റെ കാരുണ്യം എന്നത് പോട്ടെ, ഈ ഭൗതിക ലോകത്ത് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അല്ലാഹു തആല പരീക്ഷിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നബിയോടുള്ള നമ്മുടെ വിയോജിപ്പാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർ, അതുകൊണ്ട് തന്നെ അള്ളാഹിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ നെഞ്ചോട് ചേർത്ത് വാരിപ്പുണരാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്.